ചോദിച്ചിരിക്കുക. അത് നമ്മളിപ്പോ വിശദീകരിച്ചു. നമ്മുടെ ഉദാഹരണത്തിൽ അത് വ്യക്തമായി പറഞ്ഞു. 24 മണിക്കൂർ തികഞ്ഞതിനു ശേഷമാണ് ഹൈല് രക്തം നിന്നതെങ്കിൽ, കാരണം ഹൈലിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 24 മണിക്കൂറാണ്. അപ്പൊ സാധാരണഗതിയിൽ 6-7 ദിവസം, ഏറ്റവും അധികരിച്ചത് 15 ദിവസം. അപ്പൊ 24 മണിക്കൂർ രക്തം കണ്ടതിനു ശേഷമാണ് രക്തം നിന്നതെങ്കിൽ കുളിച്ച് ശുദ്ധിയായി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കണം. ഭർത്താവുമായി ബന്ധപ്പെടാം, അതൊന്നും കുഴപ്പമില്ല, അത് ഹറാമുമല്ല. കാരണം ഈ പെണ്ണ് ഹൈലിന്റെ സമയം രക്തം കണ്ടു നിന്നു. സംഗതി കഴിഞ്ഞ മാസവും അങ്ങനെ തന്നെയാണ്, മുമ്പത്തെ മാസവും എല്ലാ മാസവും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതാ പെണ്ണ് ശ്രദ്ധിക്കണ്ട. ഇവിടെ മസ്അല എന്താ? 24 മണിക്കൂർ തികഞ്ഞതിനു ശേഷം. അപ്പൊ 2 ദിവസം രക്തം കണ്ട 24 മണിക്കൂർ തികഞ്ഞു എന്ന് ഉറപ്പാലോ. അപ്പൊ 2 ദിവസം രക്തം കണ്ടതിനു ശേഷം ആ രക്തം നിൽക്കുകയാണ്. കുളിച്ച് ശുദ്ധിയായി, ഹൈലിന്റെ നിർബന്ധമായ കുളിച്ച് ശുദ്ധിയായി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കണം. പിന്നീട് രക്തം കാണുമ്പോൾ നിസ്കാരം സ്റ്റോപ്പാക്കണം. ഇവിടെ 24 മണിക്കൂർ കണ്ടതിന് ശേഷമാണല്ലോ അവിടെ കുളിച്ച് ശുദ്ധിയായിട്ടുള്ളത്. അപ്പൊ വീണ്ടും കാണുന്ന രക്തം ഹൈലിന്റെ ഹുക്കുമിലേക്കാണ് വരിക. നേരെ മറിച്ച് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് രക്തം നിന്നാൽ അത് ഹൈലല്ല, കുളിക്കണ്ട. ഇനി കാണുന്ന രക്തം കൂട്ടിയാൽ 24 മണിക്കൂർ തികയുന്നു വെക്കുക. ഒന്നുകൂടി ഞാൻ പറയുന്നു. 1-ാം തീയതി 20 മണിക്കൂർ രക്തം കണ്ടു, രക്തം നിന്നു. 2 ദിവസം പിന്നെ രക്തമില്ല. 3-ാമത്തെ ദിവസം അല്ലെങ്കിൽ 4-ാമത്തെ ദിവസം 4 മണിക്കൂർ രക്തം കണ്ടു. അപ്പൊ 1-ാം തീയതി കണ്ട രക്തവും 4-ാം തീയതി കണ്ട 4 മണിക്കൂറും കൂട്ടിയാൽ 24 മണിക്കൂർ രക്തം ഇവിടെ പൂർത്തിയായി. ആ 4-ാം തീയതി 4 മണിക്കൂർ കാണലോടുകൂടെ ഇത് ഹൈലായി മാറി. ഇനി കഴുകി വൃത്തിയാക്കി നിസ്കരിച്ചാൽ പോലെ കുളിച്ച് നിർബന്ധമായ കുളിക്കണം. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ 2 ദിവസം രക്തം കണ്ടാൽ ഹൈലിന്റെ സമയമായി. അപ്പൊ ഹൈലാണെന്ന് ഉറപ്പായി. കുളിച്ച് ശുദ്ധിയായി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. ഭർത്താവുമായി ബന്ധപ്പെടുന്നതൊരു കുഴപ്പമില്ല. ഇനി രക്തം കാണുകയാണെങ്കിൽ നിൽക്കണം. അങ്ങനെ 15 ദിവസത്തിന്റെ ഉള്ളിലായി അത് ഒതുങ്ങിന്ന് വെക്കുക. എന്നാൽ ഈ 15 ദിവസത്തിന്റെ ഉള്ളിലായി ഈ കാണുന്ന രക്തവും രക്തം കാണാത്ത ദിവസവും എല്ലാം ഈ പെണ്ണ് ഹൈലുകാരിയാണ്. പക്ഷേ ഈ ദിവസങ്ങളൊക്കെയും രക്തം കാണാത്ത ദിവസവും ഹൈലുകാരിയാണെന്ന് തീരുമാനമാവുന്നത് എപ്പോഴാണ്? 15-ാം തീയതി നേരം വെളുക്കുമ്പോഴാണ് എന്ന് മാത്രം. അത്രേ ഉള്ളൂ. കാരണം വാസ്തവത്തിൽ എന്താ, ഇത് ഹൈലെന്താ നിന്നു എന്ന നിലക്കാണ് നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കണം. അപ്പൊ ആ ഇടവേളകളിൽ ആ പെണ്ണ് നിസ്കരിക്കണം. ഇനി രക്തം കാണുന്ന ഈ പെണ്ണിന് ഉറപ്പൊന്നുമില്ലല്ലോ, മെസ്സേജ് ഒന്നും വന്നിട്ടില്ലല്ലോ. പിന്നെന്താ കഴിഞ്ഞ മാസം അങ്ങനെയാണ്, ഈ മാസം അത് മാറിയാലോ? ഈ കഴിഞ്ഞ മാസമൊക്കെ അങ്ങനെ തന്നെയാണ് ശരി. പക്ഷെ ഈ മാസത്തിൽ അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ ഇത്രയും ദിവസം നിസ്കരിക്കാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഭർത്താവിനെ കാത്തിരിപ്പിക്കാൻ പറ്റുമോ? അങ്ങനൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഇടവേളയിൽ നിസ്കരിക്കണം. പക്ഷെ പിന്നെയും രക്തം കാണുമ്പോൾ ഒരു കാര്യം ബോധ്യപ്പെടുകയാണ്, ഈ രക്തം കാണാത്ത ദിവസം ഹൈലുകാരി ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ നിസ്കാരത്തിന് അവർ കുറ്റക്കാരത്തിയല്ല. പക്ഷെ എന്താവും, റമളാനിലാണെങ്കിൽ ആ രക്തം കാണാത്ത ദിവസം നോറ്റ നോമ്പ് സഹീഹല്ല. കാരണം പിന്നെ രക്തം കണ്ടപ്പോൾ ഈ കണ്ടത് ഹൈലിന്റെ ദിവസത്തിൽ പെട്ടതാണെന്ന് ബോധ്യപ്പെട്ടു. ഈ നോമ്പ് കളാ വീട്ടേണ്ടി വരും. ഉത്തരം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വിഷയം ഇത്തരം ഒരു തെറ്റിദ്ധാര നല്ലൊരു മസാല ദുന്യാവിൽ വേറല്ല എന്നുള്ളതാണ് അതിന്റെ സത്യത. എല്ലാ സ്ഥലങ്ങളിലും ഭൂരിപക്ഷം സഹോദരിമാർ ഹൈലാവസരത്തിലോ പ്രസവിച്ച് കിടക്കുമ്പോൾ പ്രസവരക്തം പുറപ്പെടുന്ന സമയത്ത് കൊഴിഞ്ഞു പോരുന്ന മുടികൾ ചിലോലെന്ത് ചെയ്യും, തോൽത്തുണ്ട് ഒലുമ്പും പോലെ വലിയ അശുദ്ധിയെ ഉയർത്തുന്നു. ഈ മുടിമക്ക് ഇങ്ങനെ വള്ളൊഴിക്കും. ഞാനൊരു തമാശ പറയാത്ത, ഈ മുടിമക്കൂടെ അങ്ങനെ വള്ളൊഴിക്കും. ഒരു വിഭാഗം അങ്ങനെ, മറ്റൊരു വിഭാഗം ഇത് മെല്ലെ ചുരുത്തി കൂട്ടി പാത്ത് സൂക്ഷിച്ചു വെക്കുന്നു. ഇനി ഹൈല രക്തം നിന്ന് കുലിച്ച് ശുദ്ധിയാകുന്ന സമയത്ത് ഒപ്പം കുലിപ്പിക്കാൻ ചിലോല് എന്ത് ചെയ്യും, പ്രസവിച്ച് കിടക്കുന്ന സഹോദരിമാര് സാധാരണഗതിയിൽ 40 തന്നാണല്ലോ നിർബന്ധമായ കുലിപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിൽ വരുന്നുണ്ട്. എന്നാ കുലിക്കുന്നത് നമുക്ക് തീരുമാനിക്കാം. ഇപ്പൊ ഏതായാലും നാട്ടു നടപ്പിൽ ഞാൻ പറയാണ് 40 തന്നാണ് കുലിക്കാതെ. ഈ 40 ദിവസം വരെ ഈ മുടി സൂക്ഷിക്കും. എന്തിന്? ഈ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിന്റെ നിർബന്ധമായ കുലിയുടെ സമയത്ത് ഇതിന്റെ ഒപ്പം കുലിപ്പിക്കാം. ഇത് രണ്ടും ചെയ്യണ്ട.
അതിന്റെ മസാല എല്ലാവരും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ ഭാര്യമാർക്ക്. ഇനി മേലാക്കാൻ മുടിയെങ്ങാനും പാത്രച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയണം. എന്താ ചെയ്യേണ്ട കാര്യം, ആ കൊഴിഞ്ഞു പോന മുടില് അത് മറക്കുക. അതിനെ കഴുകും വേണ്ട, ശൂഷിച്ചു വെക്കും വേണ്ട. അങ്ങനെ തന്നെയാണ് എല്ലാ ഫിഖിന്റെ കിതാബിലുള്ളത്. പിന്നെ എന്ത് വേണം, എവിടെങ്കിലും ഇടാൻ പാടില്ല. അവിടെ നിബന്ധന ഉണ്ട്. സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് എന്തു പോന്നാലും അതിനെ കുഴിച്ചിടൽ നിർബന്ധം എന്ന് പറഞ്ഞാൽ പുരുഷന്മാര് കാണാത്ത രൂപത്തിൽ മറക്കൽ നിർബന്ധമാണ്. പുരുഷന്മാരുടെ പുരുഷന്മാരുടെ ഔറത്തിന്റെ ഭാഗത്തിൽ നിന്ന് മുത്തുപുക്കലിന്റെ ഇടയിലുള്ള ഭാഗം, അതാണ് ഔറത്ത്, അവനെന്ന് എന്തെങ്കിലും രോമങ്ങൾ പോന്നാൽ കുഴിച്ചിടൽ നിർബന്ധമാണ്. അഥവാ അത് കാണാത്ത രൂപത്തിൽ മറക്കൽ നിർബന്ധമാണ്. സ്ത്രീകളുടെ എല്ലാ ഭാഗവും ഔറത്തായത് കൊണ്ട് അവരുടെ നഖമായാലും അതല്ലെങ്കിൽ മുടിയാണെങ്കിലും കൂട്ടത്തില് ശരീരത്തിൽ നിന്ന് പോയാനോ ശരീരത്തിലുള്ളത് തലേന്ന് മുന്ത് ഒഴിഞ്ഞു പോകാൻ അത് കുജുത്തി കുഴിച്ചത് നിർബന്ധമാണെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അങ്ങനെ ആരും മനസ്സിലാക്കണ്ട. കാരണം ചിലര് വിഷയം മനസ്സിലാക്കാതെ അങ്ങനെ പറയും. ഞാൻ പറഞ്ഞ വീടിന്റെ കൂട്ടം പറഞ്ഞ മാതിരി മുമ്പ് മൊല്ലാക്ക വീട്ടിലേക്ക് മരിച്ച് 7 അന്ന് മൗലൂദ് ഓതാൻ വേണ്ടി പാത്തി ഓതി ദ്വാരക്കാൻ വന്നപ്പോ മൗലാക്ക അങ്ങനെ നോക്കി 4 പുറത്തേക്കും. അപ്പൊ ഷോക്കേസിൽ എന്ത് ബൊമ്മ ഇരിക്കുന്നു. ഏതോ അതൊന്നും വെച്ചാൽ മലായിക്കത്തീങ്ങൾ വരൂല എന്നാണ് വീട്ടുകാരെന്ന് പറഞ്ഞു. അപ്പൊ വീട്ടുകാരൻ പറഞ്ഞു എന്റെ വാപ്പ എന്നിട്ടാണ് എന്റെ വാപ്പാന്റെ റൂഹിനെ പിടിച്ചത് എന്നാണ്. അപ്പൊ ഇത് റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ വരൂല എന്നതിന് അർത്ഥമുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി തലേന് മുന്ത് ഒഴിഞ്ഞതിന് വർത്താനല്ല, തലമുടി പോന്നാൽ അത് കുഴിച്ചിടൽ നിർബന്ധം. പിന്നെ അത് ചില സ്ത്രീകളുടെ ഇഷ്കാലുണ്ട്, ശ്രദ്ധിക്കണേ. അത് ക്ലോസറ്റിലേക്ക് ഇടാൻ പറ്റുമോ ചോദ്യമാണ്. അതായത് ആണുങ്ങൾ കാണാതിരുന്ന പോലെ പെണ്ണിന്റെ തലമുടി ആണ് കാണാതിരുന്ന പോലെ. അപ്പൊ കുളിക്കുന്ന സമയത്തൊക്കെ അത് ചുരുട്ടിയിട്ട് ക്ലോസറ്റിലേക്ക് എന്നിട്ട് വെള്ളം ഒഴിക്കാം. എനിക്കത് ഇഷ്കാലായപ്പോ നമ്മുടെ മഹാനായ പൊന്മല ഉസ്താദിനോട് അത് നേരിട്ട് ചർച്ച ചെയ്തപ്പോ പൊന്മല ഉസ്താദ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കാണൂല. പിന്നെ ഇപ്പൊ അവിടെ ഇഷ്കാലുണ്ടാവും, ഏതെങ്കിലും അണ്ണാച്ചികൾ കക്കൂസും ഈ വൃത്തിയാകുന്ന കാലത്ത് കാണൂല. അങ്ങനെ ഇപ്പൊ ചിന്തിച്ചപ്പോ മസലക്കൊന്നും രൂപിട്ടൂല. അപ്പൊ ഏതായാലും അത് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ലെങ്കിലും പൊന്മല ഉസ്താദ് പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് മനുഷ്യ ശരീരത്തിൽ പോന്ന എന്തും മണ്ണിൽ മറക്കലാണ് അതിന്റെ യോജിപ്പ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹൈലാവസരത്തിലോ കുലി നിർബന്ധമായ മറ്റേതെങ്കിലും സന്ദർഭങ്ങളിലോ പ്രസവരക്തം പുറപ്പെടുന്ന സമയത്തൊക്കെ ശരീരത്തിൽ നിന്ന് മുടികളും നഖങ്ങളും പോരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലവണ്ണം ശ്രദ്ധിക്കണം. പക്ഷെ എന്തു വേണം, അതങ്ങനെ യാദൃശികമായി കുലിക്കുന്ന സമയത്ത് തല തോർത്തുമ്പോ അല്ലെങ്കിൽ തല ചീകുന്ന സമയത്ത് മുടി പോണത് ഒരു കുജുട്ടിയിട്ട് മണ്ണ് മാന്തി അതിൽ കുഴിച്ചിടുക. അയിമക്കൂല ആ മുടിയെ കഴുകി വൃത്തിയാക്കും വേണ്ട. ഇനി ഈ പെണ്ണ് കുലിക്കുന്ന സമയത്ത് ഒപ്പം വെള്ളം ഒഴിക്കും വേണ്ട എന്ന് പ്രത്യേകം ഉണർത്തുന്നു. എല്ലാ സ്ത്രീകളോടും പ്രത്യേകം എൻ്റെ ഈ ക്ലാസ് റൂമിലുള്ള ശ്രോതാക്കളൊക്കെ ചോദിക്കുക, ഭാര്യക്ക് ഈ കുലി നിർബന്ധമാവുന്ന സമയത്ത് തലേന് മുടി പോലെ എന്താ കാത്തതെന്ന്. അത് ഞാൻ പാത്തക്കലാണെങ്കിൽ അയിമക്കൂടെ നീയത്ത് വെച്ച് വെള്ളം ഒഴിക്കലാന്ന് പറഞ്ഞ പൊന്നാലെ പോയത്തിക്കാത്തി ആരെ അന്നതൊക്കെ പഠിപ്പിച്ചു എന്നൊക്കെ ഒന്ന് തമാശയിൽ ചോദിക്കാൻ മറക്കരുതെന്ന് പറഞ്ഞ് മൈക്കവിടുന്നു. അസ്സലാമു അലൈക്കും. ഉത്തരം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അസ്സലാം. ഒരു പെണ്ണ് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തതിന് ശേഷം മെൻസസ് ആയാല് അവൾ എന്ത് വേണമെന്നാണ് അടുത്ത ചോദ്യം. ഉസ്താദ് കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തവാഫ് ചെയ്യാൻ പാടില്ല, ബാക്കി അമലൊക്കെ ചെയ്യാം. അപ്പൊ തവാഫ് ചെയ്തില്ലെങ്കിൽ ഒന്നും സഹിയാവില്ല, സമയോടെ കാത്തിക്കേണ്ടി വരും. അതേമാതിരി തന്നെ ഹജ്ജിന്റെ അവധിയും ഹജ്ജിന് പോകുമ്പോഴും മരുന്ന് കഴിച്ച് മെൻസസ് ബ്ലോക്ക് ആക്കണം എന്നൊരു മസല ഇല്ല. പക്ഷെ നമ്മുടെ ഹജ്ജ് കമ്മിറ്റിക്കാരും അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകാരും എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ ചെയ്യണ്ടെന്ന് പറഞ്ഞാലും സ്ത്രീകൾ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ മസലയുള്ളത് എന്താ, മഹരിയായ ആയിഷ ബീവിയും റസൂലുള്ള ഹജ്ജിന് പോയിട്ട് ആയിഷ ബീവിക്ക് മെൻസസ് ഉണ്ടായിട്ടുള്ള മസലകളും വിഷയങ്ങളൊക്കെ അത് വിശദീകരിക്കുന്നുണ്ട്. തവാഫ് ചെയ്യാൻ പാടില്ല. കാരണം ഹൈല അവസരത്തിൽ ഹറാമായ വിഷയങ്ങളിൽ പെട്ടതാണ് തവാഫ്. തവാഫ് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്തുവാണ്, ഹൈലിൽ നിന്ന് ശുദ്ധിയാവുമല്ലോ ആ പെണ്ണ ചെയ്യാൻ പാടില്ല. ദിവസങ്ങൾ കമ്മിണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ പരിഗണിക്കണം. തവാഫ് ചെയ്യാൻ പാടില്ല. ഈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. മറ്റു കാര്യങ്ങൾ ആകപ്പോ ഉമ്മയിൽ എന്താണ്, ഒന്ന് നിയ്യത്ത്, മറ്റൊന്ന് തവാഫ്, മറ്റൊന്ന് സഈ, മറ്റൊന്ന്
തഹല്ലുലാവുക, മുടി മുറിച്ച് തഹല്ലുലാവുക, അങ്ങനെ 2-3-4 കാര്യങ്ങളല്ലേ ഉംറയിലുള്ളൂ. അതിൽ തവാഫ് ചെയ്യാൻ പാടില്ല. പക്ഷെ തവാഫ് ചെയ്യാതിരിക്കുന്നത് ഉംറ പൂർത്തിയാവൂല. അപ്പൊ അത് കഴിയുന്നത് വരെ ആ പെണ്ണ് കാത്തു നിൽക്കേണ്ടി വരും എന്ന് മാത്രം. ഹജ്ജിലാണെങ്കിലും ഹജ്ജിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ഹൈലായി കഴിഞ്ഞാൽ തവാഫ് അല്ലാത്തതൊക്കെ ചെയ്യാം. ജംറകളെ എറിയാം, അതേമാതിരിക്ക് തന്നെ അറഫയിൽ നിൽക്കാം, മുസ്ദലിഫയിൽ നിൽക്കാം, സഈ ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷെ ഹൈലുള്ള സമയത്ത് തവാഫ്, ഇഫാലത്തിന്റെ തവാഫുണ്ട്, ഖുദൂമിന്റെ തവാഫുണ്ട്, വിദായിന്റെ തവാഫുണ്ട്. ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ഹജ്ജുമായി ബന്ധപ്പെട്ട മസ്അലയിൽ അവരൊരു ചർച്ച വരും. അതായത് മക്കത്തിൽ നിന്ന് പോരുന്ന സമയത്ത് 2 മർഹല ദൂരത്തേക്ക് യാത്ര മക്കയിൽ നിന്ന് പോരുകയാണെങ്കിൽ അപ്പൊ അഥവാ നമ്മൾ ഹജ്ജൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ്, മദീനയിലേക്ക് പോവുകയാണ്. അപ്പൊ 2 മർഹല അപ്പുറത്തേക്ക് മക്കയുമായി വിട്ടുപിരിയാണ്. ഹറം ഭൂമിയുമായി വിട്ടുപിരിയുമ്പോൾ അവരെ വദായിന്റെ തവാഫ് ചെയ്യൽ നിർബന്ധമാണ്. പക്ഷെ ഹൈലുകാരിയായ പെണ്ണ് എന്ത് ചെയ്യും എന്നൊരു വിഷയം അവർ ഉദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ ഹജ്ജിന്റെ ഞാൻ ഈ ഹൈലിന്റെ മസ്അല പറയുമ്പോൾ അങ്ങനെ ഒരു വിഷയം സാധാരണ സംഭവിക്കാറുണ്ട്. അത് അടുത്ത ചർച്ച ചെയ്യും. ഏതായാലും ഉംറയിൽ തവാഫ് അല്ലാത്തതൊക്കെ ചെയ്യാം. തവാഫ് ഹൈല അവസരത്തിൽ ചെയ്യൽ ഹറാമാകുന്നു എന്ന് പ്രത്യേകം. പിന്നെ അതിന്റെ ഇടയിൽ